ഇത് നമുക്ക് നല്ലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് റവ ഒന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള റവ എടുക്കുക. അതിലേക്ക് ശർക്കര, തേങ്ങ, അതുപോലെ തന്നെ ജീരകവും ഏലക്കായും വേണേൽ ചേർക്കാം. നമ്മളെ ഇങ്ങനെ ഈസ്റ്റ് വേണമെന്നുള്ളവർക്ക് ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കുക, മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ വേണേൽ തേങ്ങാക്കൊത്തൊക്കെ ഇടാം. അതുപോലെ തന്നെ നല്ല കറുത്ത എള്ള് ഉപയോഗിക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ്. ഞാൻ എള്ള് ഉപയോഗിച്ചിട്ടില്ല. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ എള്ളൊക്കെ ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും. ഇപ്പം നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് ആരെങ്കിലും വരുവാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എത്രയും പെട്ടെന്ന്. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്, അല്ലാതെയും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒന്നും തരാൻ ആരും മറക്കല്ലേ. താങ്ക്